തുറന്നത് ഗൈസ്? നിങ്ങൾ സ്കൂൾ ഇന്ന് തന്നെയാണോ അടച്ചത് എന്ന് താഴെ കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ സ്കൂളിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെയോ ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ വെക്കേഷന് എവിടൊക്കെ പോകുന്നതെന്നും താഴെ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മളിതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കറുത്ത പെട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പെട്ടിയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ കറുത്ത പെട്ടിയിൽ ഒരു സിബ് കാണാൻ പറ്റുന്നതാണ്. അതിങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ് ഡ്രോൺ ആണ് ഗായ്സ്. ഇതൊരു ഡ്രോൺ ആണ്. നമ്മുടെ E88 Pro എന്ന് പറയുന്നൊരു ഡ്രോൺ ആണിത്. അപ്പോൾ നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഫോൾഡബിൾ ഡ്രോൺ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ റിമോട്ട്, പിന്നെ അതിൻ്റെ ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഗൈസ് അതിൻ്റെ ബാറ്ററി. പിന്നെ ഇത് അതിൻ്റെ കുറച്ച് സ്പെയർ അക്സസറീസ് ആണ് ഗൈസ്. പിന്നെ ഇതതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ. ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഡ്രോൺ എടുക്കുമ്പം നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. അപ്പം നമ്മൾ ഇതിങ്ങനെയാണ് ഗൈസ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇതിങ്ങനെ നോക്കാം. ഈ സൈഡ് ഇങ്ങനെ നൂത്ത് കഴിയുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രോൺ വരുന്നത് ഗൈസ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടോ, ഇങ്ങനെ പറക്കുന്ന എന്തെങ്കിലും കളിപ്പാട്ടുണ്ടോ, നിങ്ങൾ ഡ്രോൺ പറപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഗൈസ് ഇതാണ് അതിൻ്റെ റിമോട്ടായിട്ട് വരുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഈ റിമോട്ട് ഇവിടെ 2 ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക്. പിന്നെ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഗൈസ് തോന്നുന്നത് നമുക്ക് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ്. ഇതാണ് അതിൻ്റെ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇതാണ്. ഇത് ഒരു ബാറ്ററിയാണ് ഗൈസ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ഇതിന് ഇതിൻ്റെ ഒരു ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള പ്രൊപ്പല്ലർ പ്രൊട്ടക്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിച്ചാലൊക്കെ അതിൻ്റെ ആ ലീഫിനൊന്നും പറ്റാതിരിക്കാനാണ്. അത് നമുക്കൊരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 1 2 3 4. പിന്നെ വരുന്നത് അതിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ വള്ളി മാത്രമേ ഉള്ളൂ. ഒരു മൈക്രോ USB ടൈപ്പ് ചാർജറാണ്. പിന്നെ വരുന്നത് അതിൻ്റെ 4 എക്സ്ട്രാ ലീഫ്സ് ആണ്, പ്രൊപ്പല്ലേഴ്സ്. പിന്നെ വരുന്നത് ഒരു കുഞ്ഞ് സ്ക്രൂ ഡ്രൈവറും ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് വായിച്ചു നോക്കാം ഗൈസ്. അപ്പം ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ വരുന്നത്. ഇവിടെ ചൈന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ചൈന വായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. നമുക്കപ്പം അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പം ഗായ്സ് ഇതാണ് ഇതിൻ്റെ ബാറ്ററി നമ്മൾ പറഞ്ഞ പോലെ. അപ്പം ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിലാണ് നമ്മളിങ്ങനെ ഈ ബാറ്ററി ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ബാറ്ററി ഇൻസേർട്ട് ആയിക്കോളും. പിന്നെ ഗായ്സ് നമ്മുടെ ഇത് ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഒന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മൾ ഈ പ്രൊപ്പല്ലർ പ്രൊട്ടക്റ്റേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത്ര എക്സ്പേർട്സ് ഒന്നും അല്ല നമ്മൾ പറത്താനായിട്ട്. കാരണം ഇത് നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാലേ നമ്മൾ എന്താ ചെയ്യുക? അതുകൊണ്ട് നമ്മൾക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ താണ്ട് ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. അതിങ്ങനെ കയറ്റി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ 4 സൈഡിലത്തെ ലീഫ് പ്രൊപ്പല്ലർ പ്രൊട്ടക്റ്റേഴ്സ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ജസ്റ്റ് ഈ 4 ഹുക്കിലേക്ക് കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഈ താഴെ കിടക്കുന്ന ഈ തൂങ്ങി കിടക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറത്തിയിട്ട് ഇതിങ്ങനെ താഴെ വന്ന് ഈ വയർ താഴെ മുട്ടുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓഫാവും. അപ്പോൾ ഇത് തന്നെത്താൻ ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സൊക്കെ കറങ്ങുന്നതെങ്കിൽ നിൽക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു H എന്ന് എഴുതിയിട്ട് അത് ഞെക്കിയിട്ട് നമ്മളിങ്ങനെ റിമോട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പറന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ റിമോട്ട് മാറ്റിയിട്ട് ഇതിങ്ങനെ പിടിക്കാൻ പറ്റും. അത്രയൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറത്തുന്ന വിശേഷങ്ങളൊക്കെ ഗായ്സ് നമ്മളെ ഡ്രോൺ പറത്താൻ പോവുകയാണ് ഗായ്സ്. ഗായ്സ് ദാണ്ട് പോകുന്നു ഡ്രോൺ. നമ്മളിത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല ഗായ്സ്. അതുകൊണ്ട് ഇത്രയൊക്കെ പറത്താൻ പറ്റൂ ഗായ്സ്. നമ്മുടെ അടുത്തോട്ട് തന്നെ ഡ്രോൺ വരുന്നുണ്ട് ഗായ്സ്.
ഗൈസ് ഡ്രോൺ പോകുന്നു ഗൈസ്. ഗൈസ് നമ്മളവിടെ ഫ്ലിപ്പ് അടിക്കാൻ പോവാണ്. അത് ചെറുതായിട്ടൊന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗായ്സ് ഇതാണ് അതിൻ്റെ ക്യാമറയിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പം നമ്മൾ ഇതിനകത്ത് 4K ക്വാളിറ്റി കിട്ടുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് 4K ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. ഇതാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.